ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാർട്ടി ഐ മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാറ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊരു സിമ്പിളായിട്ടുള്ള ഐ മേക്കപ്പ് ആട്ടോ, ഭയങ്കര ഹെവി ആയിട്ട് അങ്ങനെയുള്ളൊരു ഐ മേക്കപ്പ് അല്ല. ഫസ്റ്റ് ഞാൻ കൺസീലർ യൂസ് ചെയ്ത് എൻ്റെ ഡാർക്ക് സർക്കിൾസൊക്കെ ഒന്ന് ചെറുതായിട്ട് ഹൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്ന ഐ ഷാഡോ പാലറ്റ് ഷുഗറിൻ്റെയാണ്. ഇത് ഞാൻ കോഴിക്കോട് ഹൈലൈറ്റ് മോളിൽ നിന്നുണ്ടോ വീഡിയോസ്. ഇപ്പോഴല്ല, എന്തായാലും ഒരു 3 to 4 months എന്തായാലും ആയിട്ടുണ്ടാവും. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ കുഴപ്പമില്ല, ഓക്കെയാണ്, അലർജിക്കല്ല എന്ന് തോന്നിയൊരു കോസ്മെറ്റിക് പ്രോഡക്റ്റാണ് ഷുഗറിൻ്റേത്. പ്രത്യേകിച്ച് ഇപ്പോൾ കല്യാണമൊക്കെ ആണല്ലോ, അപ്പോൾ ഓൾറെഡി പോയിട്ട് ട്രയലൊക്കെ എടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഷുഗറിൻ്റെ കോസ്മെറ്റിക്സ് ഒന്നും വലിയ കുഴപ്പമില്ല, അലർജിക്കിൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വേറെ 2-3 പ്രോഡക്റ്റ്സ്, വേറെ 2-3 ബ്രാൻഡിൻ്റെ എൻ്റെ ബോഡിക്ക് അലർജിക്കായിട്ട് എനിക്ക് 2-3 ദിവസമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാനത് യൂസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ കല്യാണത്തിന് മുന്നേ എന്തായാലും ഇത്യാദി സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചതല്ലേ എന്ന് ഓർത്തിട്ട്, നമുക്കിതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തൊക്കെ ഉപയോഗിക്കാമെന്ന് ഓർത്തു. ആദ്യം ഞാൻ കൺസീലർ ഇട്ടതിന് ശേഷം പിന്നെ ഒരു സ്കിൻ കളർ ഞാൻ ഒരു ബേസ് കൊടുത്തു കേട്ടോ. ഞാനത് പൗഡർ വെച്ച് സെറ്റ് ചെയ്യാതെ സ്കിന്നിൻ്റെ കളറായിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബേസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഓറഞ്ച് ഷെയ്ഡാണ്, ഒരു ഓറഞ്ച് എന്ന് പറയുമ്പോൾ ബേൺഡ് ഓറഞ്ച് ആയിട്ടുള്ളൊരു ഷെയ്ഡും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് ജസ്റ്റ് നന്നായിട്ട് നമ്മുടെ ലിഡിൽ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു ഫൈൻ ലുക്കിൽ വരണം. നമുക്കൊരു ആർട്ടിഫിഷ്യൽ അങ്ങനെ എടുത്ത് കാണരുത്, നമുക്കൊരു നാച്ചുറൽ ലുക്കിനെ എപ്പോഴും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ബ്രഷിനേക്കാൾ കുറച്ചും കൂടി ചിലർക്ക് കൺവീനിയൻ്റ് കൈയായിരിക്കും. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഞാൻ കൈ ഉപയോഗിക്കാത്തതാണ്. ചിലപ്പോൾ അതെടുത്തിട്ട് ഞാൻ മൂക്കിലൊക്കെ തൊടും, അപ്പോൾ അതെനിക്ക് വീണ്ടും അലർജിക്കാവും. അപ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ടാട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രഷ് വെച്ചിട്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടില്ലേ, നല്ലൊരു കളറാണ്, വളരെ മൈൽഡായിട്ടുള്ളൊരു കളറാട്ടോ. ഞാൻ ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ഐ മേക്കപ്പ് ഒന്നുമല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐ മേക്കപ്പ് ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. അതിന് ഞാൻ ചെറിയൊരു ഗ്ലിറ്ററിങ് എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. ആ പാലറ്റിൽ തന്നെ വരുന്നൊരു ഗോൾഡ്, ഒരു ബ്രോൺസ് ഗോൾഡ് വരുന്ന ഒരു ഷെയ്ഡാണ്. ആ ഒരു ഷെയ്ഡ് ഞാൻ ജസ്റ്റ് നമ്മുടെ ഇതില്ലേ, എന്താ പറയുക, നമ്മുടെ ഐബ്രോസ് നല്ലല്ലോ അതിന് പറയാം, അതിന് എന്താ ഈശ്വര പറയാം, നമ്മുടെ ഐലാഷസിൻ്റെ തൊട്ട് മേലെയുള്ള ആ ഒരു ഏരിയയിൽ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ചെറിയൊരു പോർഷൻ ഓഫ് ഐഷാഡോ മതി, ഒരുപാട് ഗ്ലിറ്റർ ഒന്നും എടുക്കരുത്. കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അവിടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. കാരണം നമ്മുടെ ഒരു ബേൺഡ് ഓറഞ്ചും ഒരു ബ്രോൺസ് ഗോൾഡും കൂടി മിക്സ് ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. എന്നിട്ട് വേണമെങ്കിൽ ഇപ്പം ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു ഐഷാഡോയിലോട്ട് നമ്മുടെ ഈ ഒരു ബ്രോൺസ് ഗോൾഡ് ഗ്ലിറ്റർ ഒന്നങ്ങ് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, നല്ലൊരു ലുക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കിത് കണ്ടപ്പോൾ നമ്മുടെ മീനു ലക്ഷ്മി ഇപ്പോൾ പുള്ളിക്കാരുടെ ഏട്ടൻ്റെ കല്യാണത്തിന് ഒരു ഡ്രസ്സ് ഇട്ടില്ലേ, ആ ഒരു ഷെയ്ഡില്ലേ, അതിൻ്റെ ആ ഒരു യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലും എൻ്റെ കണ്ണിൻ്റെ മേലെ കിടക്കുന്ന ഐഷാഡും ഏകദേശം ഒരുപോലത്തെ ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് രണ്ടും ഏകദേശം ഒരുപോലെ ആക്കിയെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരു എന്താ പറയുക, പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റൊന്നുമല്ല. എനിക്ക് സ്വയം ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ഓരോന്ന് കുത്തിയിരുന്ന് കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ എൻ്റെ കണ്ണിനും എൻ്റെ ബോഡിക്കും മുഖത്തിനൊക്കെ ഏതാ മാച്ച് നോക്കിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അല്ലാതെ ഞാൻ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനൊന്നും ആളല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ചെയ്തേ രണ്ടും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കണ്ണ് വളരെ കുഞ്ഞ കണ്ണായതുകൊണ്ട് ഞാൻ ഭയങ്കര ഡാർക്കായിട്ട് കാജൽ ഇപ്പോൾ എഴുതാറില്ല. പ്രത്യേകിച്ച് എൻ്റെ മുഖത്ത് നല്ല സ്വെല്ലിങ് ഉണ്ട്. ഞാൻ എടുക്കുന്ന മെഡിസിൻ്റെ ഭാഗമായിട്ട് മുഖത്ത് നന്നായിട്ട് സ്വെല്ലിങ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ണ് ഓൾറെഡി കുഞ്ഞിയ കണ്ണാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയും കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി ചെറുതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ഓറഞ്ച് ഷെയ്ഡില്ലേ, അത് വെച്ചിട്ട് താഴെ നമ്മൾ കണ്ണെഴുതുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഒരു കുഞ്ഞൊരു പിങ്ക് ഷെയ്ഡ് പോലെ വരും. ഇപ്പോൾ ഓറഞ്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ കണ്ണിൽ അതൊരു പിങ്ക് ഷെയ്ഡ് പോലെ കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന കാജൽ പ്ലമ്മിൻ്റെ ആണ്. പ്ലമ്മിൻ്റെ കാജൽ വെച്ച് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. പിന്നെ താഴെ മാത്രമല്ല, ഞാൻ കണ്ണിൻ്റെ മേലെ ഒരു എൻഡില്ലേ, ആ എൻഡ് പോർഷൻ രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത്രേ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ഡാർക്കായിട്ട് ഞാൻ കാജൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാറില്ല, കാരണം പോകാൻ ഭയങ്കര പാടാണ്. ഇപ്പോഴത്തെ കാജലൊക്കെ ഈ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ടേ ഞാൻ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്തിട്ടൊന്നുമല്ല കണ്ണെഴുതിയാൽ തന്നെ അത് കളയാറ്. നോർമലി വാഷ് ചെയ്ത് ഫേസ് വാഷോ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സോപ്പോ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കഴുകി കളയാറ്. അപ്പോൾ അതുകൊണ്ട് അത്രയധികം ഞാനിപ്പോൾ വീട്ടിലിരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ മേലേക്ക് എഴുതി കൊടുത്ത് ഒരു കുഞ്ഞു വാല്, കാണാത്തൊരു വാലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അതൊന്ന് ടച്ചപ്പ് ചെയ്ത് നല്ലൊരു ഭംഗിയാക്കി എടുത്തു. പിന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കളർ ബാറിൻ്റെ മസ്കാരയാണ്. അതിൽ 2 എണ്ണം വരുന്നുണ്ട് കേട്ടോ. അതായത് ഒന്ന് ലെങ്ത്തിനും ഒന്ന് വോളിയം, അങ്ങനെ അത് രണ്ടും നല്ല രസം. എനിക്ക് വോളിയത്തിനേക്കാൾ ഇഷ്ടം അതിലെ ലെങ്ത്താണ്. ലെങ്ത്ത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ബ്രഷ് ഭയങ്കര നല്ല യൂസ്ഫുള്ളാണ്, നമുക്കങ്ങനെ തോന്നും, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.